Good morning. Good morning, ma'am. Good morning. Good morning. Good morning, ma'am. Good morning. All of you, good morning. Good morning, ma'am. Good morning. നമ്മള് പ്രൊമോഷൻ തുടങ്ങിയാണ് അല്ലെ നോക്കാനുള്ളത്. ഇന്റർവ്യൂസ്, ടൈപ്സ് ഓഫ് ഇന്റർവ്യൂസ് വരെ എടുത്തു കഴിഞ്ഞു. ശരിയല്ലേ? പ്രൊമോഷൻ അല്ലേ സ്റ്റാർട്ട് ചെയ്യാനുള്ളത്? Yes, miss. ഓക്കെ. ഓക്കെ, എല്ലാവർക്കും അറിയായിരിക്കും പ്രൊമോഷൻ എന്താണെന്ന്. എന്നാലും ഒരു ഡെഫിനിഷനിലൂടെ എങ്ങനെയാണ് പറയുന്നത് നമുക്കൊന്ന് നോക്കാം. A promotion means the transfer of an employee to a job which pays more money or one that carries some preferred status. The normal policy is to take merit into consideration, sometimes length of service, education, training course completed, previous work history, etc. are factors which are given weight while deciding on a promotion. Okay. ഒരു പ്രൊമോഷൻ എന്ന് പറയുന്നത് ഒരു ജോലിക്കാരനെ അല്ലെങ്കിൽ ഒരു തൊഴിലാളിയെ കൂടുതൽ പണം കിട്ടുന്ന ജോലിയിലേക്കോ അല്ലെങ്കിൽ കൂടുതൽ പണം നൽകാൻ കഴിയുന്ന ജോലിയിലേക്കോ അല്ലെങ്കിൽ സ്റ്റാറ്റസ് കിട്ടുന്ന ഒരു പദവിയിലേക്കോ മാറ്റുന്നതാണെന്ത് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം. പ്രൊമോഷൻ എന്ന് പറഞ്ഞാല് ഒരു ജോലിക്കാരനെ കൂടുതൽ പണം കിട്ടുന്ന ജോലിയിലേക്കോ അല്ലെങ്കിൽ സ്റ്റാറ്റസ് കിട്ടുന്ന പദവിയിലേക്കോ ഒന്ന് ഗ്രേസ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ അവരെ ഒന്ന് ഉയർത്തുന്നതാണ് എന്ത് ഈ ഒരു പ്രൊമോഷൻ എന്ന് പറയുന്നത്. പ്രൊമോഷന് പല കാര്യങ്ങളും നോക്കുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണെങ്കിൽ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് പ്രൊമോഷന് കാരണമാകുന്നത് നമുക്ക് നോക്കാം. അതിവിടെ പറയുന്നുണ്ട്. ലെങ്ത് ഓഫ് സർവീസ് എന്തൊക്കെ ഫാക്ടർ ആണെന്ന് നോക്കാം. ആദ്യത്തെ ഫാക്ടർ ലെങ്ത് ഓഫ് സർവീസ് ആണ്. അതായത് അദ്ദേഹം എത്ര കാലം ആ ഒരു ജോലിയിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് എന്നതിന്റെ ആ ഒരു കാര്യം നോക്കി ആളുകൾക്ക് പ്രൊമോഷൻ കൊടുക്കാറുണ്ട്. രണ്ടാമത് എഡ്യൂക്കേഷൻ, ജോലിക്കാരുടെ വിദ്യാഭ്യാസ യോഗ്യത നോക്കിയിട്ട് പ്രൊമോഷൻ കൊടുക്കാറുണ്ട്. ദെൻ ട്രെയിനിങ് കോഴ്സസ് കംപ്ലീറ്റഡ്, അദ്ദേഹം ആ ജോലി എടുക്കുന്ന കാലയളവില് എത്ര ട്രെയിനിങ് കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്തു എന്നത് നോക്കിയിട്ട് എന്ത് കൊടുക്കാറുണ്ട്? പ്രൊമോഷൻ നൽകാറുണ്ട്. ദെൻ പ്രീവിയസ് വർക്ക് ഹിസ്റ്ററി, അദ്ദേഹത്തിന്റെ മുമ്പത്തെ ജോലി ചരിത്രം, അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് ജോലിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചെയ്തിട്ടുള്ളത്, എന്തൊക്കെ ഡെവലപ്മെന്റ് ആ ഒരു ഓർഗനൈസേഷനിൽ അദ്ദേഹം കൊണ്ടുവന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങള് നോക്കിയിട്ടാണ് എന്ത് കൊടുക്കുക? ജോലിക്കാർക്ക് പ്രൊമോഷൻ അനുവദിക്കുക. അപ്പൊ പ്രത്യേകം ഓർമ്മിച്ചിരിക്കുക, ഒരു ജോലിക്കാരനെ കൂടുതൽ സ്റ്റാറ്റസ് കിട്ടുന്ന അല്ലെങ്കിൽ കൂടുതൽ പണം കിട്ടുന്ന ഒരു പദവിയിലേക്ക് ആക്കുന്നതാണെന്ത് പ്രൊമോഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് ചില ഫാക്ടേഴ്സ് വരുന്നുണ്ട്. ആ ഫാക്ടേഴ്സ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പോകാം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? then അടുത്തത് ഡിമോഷൻ ആണ്. ഡിമോഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും പ്രൊമോഷന്റെ ഓപ്പോസിറ്റ് ആണ് അല്ലെ ഡിമോഷൻ വരിക. ഡിമോഷൻ മീൻസ് ദ ലോവറിംഗ് ഡൗൺ ഓഫ് ദ സ്റ്റാറ്റസ്, സാലറി ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ആൻ എംപ്ലോയി. Demotions serve a useful purpose in the sense that they keep the employees vigilant and alive to their responsibilities and duties. ഡിമോഷൻ എന്ന് പറയുന്നത് ഒരാളുടെ സ്റ്റാറ്റസ് താഴ്ത്തുകയോ സാലറി താഴ്ത്തുകയോ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി താഴ്ത്തുകയോ ചെയ്യുന്ന പ്രോസസ്സാണ്. ഓക്കെ, പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ അപ്ഗ്രേഡ് ചെയ്യാണ് അല്ലെ, അതായത് ഒന്നും കൂടി ഉയർത്താണ്. ഡിമോഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഒരാളുടെ പദവി എന്ത് ചെയ്യാം, അയാള് നല്ല പദവിയിലാണ് ജോലി ചെയ്തതെങ്കിൽ അതൊന്ന് താഴ്ത്തി, അതായത് അതിന്റെ അണ്ടറിലായിട്ട് വരുന്ന അല്ലെങ്കിൽ അതിന്റെ കീഴിലായിട്ട് വരുന്ന ജോലി അയാൾക്ക് കൊടുക്കാം. ഇപ്പൊ അയാൾ ഒരു 1 ലക്ഷം രൂപയാണ് ശമ്പളം കൈപ്പറ്റിയിരുന്നെങ്കിൽ അതിന്റെ താഴെ ഒരു 50,000 രൂപ ശമ്പളം കൈപ്പറ്റുന്ന രീതിയിലുള്ള ജോലി അദ്ദേഹത്തിന് കൊടുക്കാം. അതുപോലെ റെസ്പോൺസിബിലിറ്റീസ് എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പൊ
ഇത്തരം ആ ഒരു പ്രോസസ്സിനെയാണ് ജോലിക്കാരനെ ഉയർന്ന പദവിയിൽ നിന്ന് താഴ്ന്ന പദവിയിലേക്ക് ആക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഡിമോഷൻ എന്ന് പറയാ. സാലറിയിൽ വ്യത്യാസം ഉണ്ടാവും, സ്റ്റാറ്റസിൽ വ്യത്യാസം ഉണ്ടാവും, റെസ്പോൺസിബിലിറ്റീസിലും വ്യത്യാസം ഉണ്ടാവും. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഡിമോഷൻ ആളുകൾക്ക് കൊടുക്കുന്നത്? ഒരു സ്ഥാപനത്തില് എംപ്ലോയീസിന് എന്തിനു വേണ്ടിയിട്ടാണ് ഡിമോഷൻ കൊടുക്കുന്നത്? എംപ്ലോയീസിനെ വിജിലന്റ് ആയി നിലനിർത്താനും എംപ്ലോയീസ് തന്റെ ജോലി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് ചെയ്യാനുമാണ് ഡിമോഷൻ എന്നതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. ഒരാൾക്ക് ഡിമോഷൻ കൊടുത്തു കഴിഞ്ഞാല് മറ്റുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും താനും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, ജോലിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാല്, അതായത് റൂളിന് നിരക്കാത്ത എന്തെങ്കിലും കാര്യം ചെയ്തു കഴിഞ്ഞാൽ തന്നെയും വേണമെങ്കിൽ എന്ത് ചെയ്യാം, താഴ്ന്ന ജോലികൾ തരാം എന്നൊരു വിചാരം അവർക്ക് വരും. ആളുകൾ കൂടുതൽ വിജിലന്റ് ആവുകയും അവരുടെ റെസ്പോൺസിബിലിറ്റീസ് യഥാക്രമം ചെയ്ത് തീർക്കുകയും ചെയ്യും. അപ്പൊ ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഡിമോഷൻ നടത്തുന്നത്. ഓക്കെ, അപ്പൊ ഡൗൺ ഓഫ് ദി സ്റ്റാറ്റസ്, സാലറി ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ ഡിമോഷന്റെ അവിടെ. Okay, demotion means the lowering down of the status, salary and responsibilities of an employee. Okay, അത് മൊത്തം ആ ലക്ഷ്യം കൂടി എന്ത് ചെയ്യാ, ഏതും കൂടി എന്ത് ചെയ്യാ, ഒന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, ഡിമോഷൻ ക്ലിയർ അല്ലേ? നെക്സ്റ്റിലോട്ട് പോയാലോ. അടുത്തത് ട്രാൻസ്ഫർ ആണ്. Okay, a transfer is a horizontal or lateral movement of an employee from one job, section, department or position to another at the same or another place where his salary, status and responsibility are the same. It generally does not consist of a promotion, demotion or a change in job status other than movement from one job or place to another. Transfers are generally affected to build up a more satisfactory work team. Okay, ഈ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഒരു മൂവ്മെന്റ് ആണെന്ന് പറയാം. നമുക്ക് ഒരാള് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ചലിക്കുന്നു, അല്ലെങ്കിൽ മൂവ്മെന്റിനെയാണ് എന്ത് പറയാ, ട്രാൻസ്ഫർ എന്ന് പറയാ. ഈ ട്രാൻസ്ഫർ എങ്ങനെയാണ്, ഏതൊക്കെ ചലനങ്ങൾ അല്ലെങ്കിൽ മൂവ്മെന്റ് ആണ് ഉണ്ടാവുക? അതായത് ഒരാൾ ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു സ്ഥലത്തെ ജോലിയിലേക്ക് പ്രവേശിക്കുക, അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് പ്രവേശിക്കുക, അല്ലെങ്കിൽ അയാള് നിന്നിരുന്ന പദവിയിൽ നിന്ന് മറ്റൊരു പദവിയിലേക്ക് പ്രവേശിക്കുക. ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. സ്ഥലമാണ് ഇവിടെ മാറുന്നത് കേട്ടോ, പ്ലേസിനാണ് പ്രാധാന്യം. ഓക്കെ, ഒരു ജോബ് ചെയ്തിരുന്ന സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എന്താണ്, അയാളുടെ ട്രാൻസ്ഫർ ആവുകയാണ്, അല്ലെങ്കിൽ അയാൾക്ക് കൈമാറ്റം വരികയാണ്, അയാളെ കൈമാറുകയാണ് അവിടെ ചെയ്യുക. ഓക്കെ, ഇതിനകത്ത് പ്രധാനമായിട്ടും ഉള്ള കാര്യം അദ്ദേഹത്തിന്റെ സാലറിയിലോ സ്റ്റാറ്റസിലോ റെസ്പോൺസിബിലിറ്റിയിലോ മാറ്റം വരുന്നില്ല. ഓക്കെ, ആ സ്ഥലത്തിന് മാത്രമാണ് എന്ത് ചെയ്യുക, മാറ്റം വരും. ഒന്നില്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കാകാം, അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്കാകാം, അല്ലെങ്കിൽ ഒരു പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലേക്കാകാം. ദാറ്റ് ഈസ് ട്രാൻസ്ഫർ. ഇവിടെ സ്റ്റാറ്റസിനോ അല്ലെങ്കിൽ സാലറിക്കോ റെസ്പോൺസിബിലിറ്റീസിക്കോ ഒന്നും എന്ത് ചെയ്യുന്നില്ല, മാറ്റം വരുന്നില്ല. ആ ഒരു സ്ഥലം മാത്രമാണ്, അല്ലെങ്കിൽ പൊസിഷൻ സ്റ്റാറ്റസ് മാത്രമാണ് മാറുന്നത്. ഓക്കെ, ഓക്കെ, ക്ലിയർ ആണോ? ഇത് അതുപോലെ തന്നെ ട്രാൻസ്ഫറിനെ നമുക്ക് പ്രൊമോഷൻ ആയിട്ടോ ഡിമോഷൻ ആയിട്ടോ കണക്കാക്കാനായിട്ട് സാധിക്കില്ല. അതായത് ഒരാൾക്ക് ഉയർന്ന മാറ്റത് കൊടുത്തു അല്ലെങ്കിൽ താഴ്ന്നത് കൊടുത്തു എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കില്ല. ഇത് ജസ്റ്റ് ഒരു മൂവ്മെന്റ് മാത്രമാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഓർഗനൈസേഷൻസ് ട്രാൻസ്ഫർ കൊടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ലാസ്റ്റ് ലൈനിൽ പറയുന്നുണ്ട്, ട്രാൻസ്ഫേഴ്സ് ആർ ജനറലി അഫക്റ്റഡ് ടു ബിൽഡ് അപ്പ് എ മോർ സാറ്റിസ്ഫാക്ടറി വർക്ക് ടീം. അതായത് ഒരു ഓർഗനൈസേഷന് തന്നെ മികച്ച രീതിയിലുള്ള പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യുക. ഒരു ഓർഗനൈസേഷന് എന്താ പറയാ, കേരളത്തിലൊരു ബ്രാഞ്ച് ഉണ്ട്, അതുകൂടാതെ പുറം രാജ്യങ്ങളിലും അതായത് വേറെ സംസ്ഥാനങ്ങളിലൊക്കെ ബ്രാഞ്ച് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോ ആ ഒരു, അതായത് ഇപ്പോ കേരളത്തിലൊരു ബ്രാഞ്ച് ഉള്ള ഒരു ഹോസ്പിറ്റലാണെങ്കിൽ തമിഴ്നാട്ടിൽ അതിന്റെ ഒരു ബ്രാഞ്ച് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ തമിഴ്നാട്ടിലെ ബ്രാഞ്ചില് അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിലാക്കാനായിട്ട് കേരളത്തിലെ ഒരു മലയാളി യുവാവിനെ വിടുകയാണ്. ഓക്കെ, ഇപ്പൊ വിടുമ്പോൾ അവിടുത്തെ കാര്യങ്ങള് എങ്ങനെയാണ്, കേരളത്തിലാണ് ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നതെങ്കിൽ
ഇത് ഇവിടെ സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അത് സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ച ആളുകളെ എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാം. കാരണം മറ്റൊരു സംസ്ഥാനത്താണ് ഇത് തുടങ്ങുന്നത്, അപ്പൊ അവിടുത്തെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നല്ല തൊഴിലാളികൾ എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാം. അതാണ് ട്രാൻസ്ഫറിന്റെ ഒരു ഉദ്ദേശം, ഒരു ഓർഗനൈസേഷന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആയോ? ലാസ്റ്റ് ലൈൻ പറഞ്ഞത് ക്ലിയർ ആയോ? ഇതിനു വേണ്ടിയാണ് ട്രാൻസ്ഫർ നടത്തുന്നതെന്ന്. എല്ലാ ഓർഗനൈസേഷനും ഇതിനു വേണ്ടിയിട്ട് തന്നെയാണ്. അത് അവർ പോകുന്ന സ്ഥലത്ത് നല്ല രീതിയിലൊരു ഡെവലപ്മെന്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ആരെ അയക്കുന്നത്, തൊഴിലാളികളെ ട്രാൻസ്ഫർ ചെയ്ത് അയക്കുന്നത്. ഓക്കെ. ദെൻ അടുത്തത് സെപ്പറേഷൻ ആണ് കേട്ടോ. Separation means termination of service or agreement with the organization for some reasons. The employee may be separated from the payroll of an organization because of. Okay. ഇവിടെ പറയുന്നത് ചില കാര്യങ്ങളാല് എന്താ പറയാ, ഓർഗനൈസേഷനിൽ നിന്ന് സേവനം അവസാനിപ്പിക്കുക എന്നതാണ് സെപ്പറേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെപ്പറേഷൻ എന്താണ്? ചില കാരണങ്ങളാല് എന്ത് ചെയ്യാം, നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ നിന്ന് ഓർഗനൈസേഷന്റെ സേവനം അവസാനിപ്പിച്ച് നമ്മൾ പോരാം. അതിനെയാണ് സെപ്പറേഷൻ എന്ന് പറയുന്നത്. സെപ്പറേഷൻ പല വിധത്തിലുണ്ട്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ആ സെപ്പറേഷൻസ് എന്ന് നോക്കാം കേട്ടോ. ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്ന ഒന്നിൽ എഗ്രിമെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അവിടെ ദീർഘനാളായിട്ട് സേവനം അനുഷ്ഠിക്കുന്നതായിരിക്കാം. രണ്ട് തന്നെ ആയാലും അത് അവസാനിപ്പിച്ച് പോരുന്നതിനെയാണ് സെപ്പറേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് സെപ്പറേഷൻ എന്താണെന്ന് നോക്കാം. Resignation may be put in voluntarily by the employee on account of health, physical disability, better opportunities elsewhere, reasons for marriage, etc. അതായത് ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എംപ്ലോയീസിന് പെട്ടെന്ന് തന്നെ ഒരു അവശത ഉണ്ടാവുകയാണ്, അയാളുടെ ഹെൽത്ത് തീരെ എന്താ പറയാ വീക്ക് ആവുകയാണ്, അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ പിടിപെടുവാണ്, അയാൾക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ അദ്ദേഹം അസുഖബാധിതനാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എംപ്ലോയീസ് ആ സ്ഥാപനത്തിൽ നിന്ന് ജോലി അവസാനിപ്പിച്ചു പോകും. ഓക്കെ. അതാണ് ആരോഗ്യപരമായ പ്രശ്നങ്ങള്, അതുപോലെ ഫിസിക്കൽ ഡിസബിലിറ്റി, അതായത് വൈകല്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങള് ഇതൊക്കെ വരുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യാറുണ്ട്, സെപ്പറേഷൻ വാങ്ങിച്ചു പോരാറുണ്ട്, അല്ലെ, അല്ലെങ്കിൽ സേവനം മതിയാക്കി പോരാറുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാരണം എന്ന് പറയുന്നത് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് എൽസ്വെയർ, മറ്റെവിടെയെങ്കിലും ഇതിനേക്കാളും നല്ലൊരു ജോലി, സാലറി സ്റ്റാറ്റസ് ഒക്കെ കൂടിയുള്ള ഒരു ജോലി ആളുകൾക്ക് കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അപ്പോഴും എന്ത് ചെയ്യും, ആളുകൾ പോവാറുണ്ട്. ഓക്കെ. ഇപ്പൊ നമുക്ക് കണ്ടുവരുന്ന ട്രെൻഡാണ്. പുറം രാജ്യങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ധാരാളം ആളുകൾ പോകുന്നില്ലേ? എന്തുകൊണ്ടാ? അവിടെ ഇവിടത്തെക്കാളും കൂടുതൽ സാലറി കിട്ടും, സ്റ്റാറ്റസ് കിട്ടും, നല്ലൊരു സെറ്റിൽമെന്റ്, ലൈഫ് സെറ്റിൽമെന്റ് അവിടെ നടത്താൻ സാധിക്കും. ആ ഒരു വിധത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഇവിടുത്തെ ആൾക്കാർ ഇപ്പൊ പുറം രാജ്യത്തേക്ക് പോകുന്നത്. അപ്പൊ ഇതൊക്കെയാണ് എന്ത് വരിക. പിന്നെ അതുപോലെ തന്നെ മാരേജ് വരുന്നുണ്ട്. വിവാഹം കഴിഞ്ഞ ആളുകൾ ചിലപ്പോ, ഇപ്പൊ സ്ത്രീകളുടെ കാര്യത്തിലാണത്, വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ജോലിക്ക് വരില്ല. അപ്പൊ ഇങ്ങനത്തെ രീതിയിലൊക്കെ എന്ത് നടക്കാറുണ്ട്, സെപ്പറേഷൻ നടക്കാറുണ്ട്. ഓക്കെ. അപ്പോ ഹെൽത്ത്, physical disability, better opportunities elsewhere, reasons for marriage. ഇത്രയുമാണ് ആദ്യത്തേത് കേട്ടോ. രണ്ടാമത്തെ കാറ്റഗറി നമുക്കൊന്ന് നോക്കാം. Discharge and dismissal. A discharge involves permanent termination of an employee from the payroll because of violation of rules or for insufficient performance. ഇനി ചില സ്ഥാപനങ്ങളിൽ നിന്ന് ആളുകളെ സ്ഥിരമായിട്ട് ടെർമിനേറ്റ് ചെയ്യാറുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് ടെർമിനേറ്റ് ചെയ്യുന്നത്? ചില കാര്യങ്ങളില് അവര് അവിടുത്തെ റൂൾ, ആ ഓർഗനൈസേഷന്റെ റൂള് തെറ്റിക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ ഒരു ഇൻസഫിഷ്യന്റ് ആയിട്ടുള്ള പെർഫോമൻസ്, അതായത് നല്ല രീതിയിൽ ജോലി ചെയ്യാൻ സാധിക്കാതിരിക്കുക, പെർഫോമൻസ് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കാതിരിക്കുക, എന്തെങ്കിലും കൃത്രിമം കാണിക്കുകയാണെങ്കിൽ ജോലിയില്, ഇങ്ങനെയൊക്കെ ഇതാവുകയാണെങ്കിൽ എന്ത് ചെയ്യാം, സ്ഥാപനം അദ്ദേഹത്തെ പെർമനന്റ് ആയിട്ട് ടെർമിനേറ്റ് ചെയ്യാം. അതാണ് രണ്ടാമത്തെ രീതിയിലുള്ള സെപ്പറേഷൻ. ഓക്കെ. ഇൻസഫിഷ്യന്റ് പെർഫോമൻസ്, അതുപോലെ തന്നെ വയലേഷൻ ഓഫ് റൂൾസ്, ആ രണ്ട് പോയിന്റുകൾ എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വയ്ക്കുക. രണ്ട് പോയിന്റ് ക്ലിയർ അല്ലേ? ഒന്നും രണ്ടും ഒക്കെയാണോ? ഓക്കെ. അപ്പോ വയലേഷൻ ഓഫ് റൂൾസ് ആൻഡ് ഇൻസഫിഷ്യന്റ് പെർഫോമൻസ്. ദെൻ മൂന്നാമത്തെ കാരണം നമുക്ക് നോക്കാം. സസ്പെൻഷൻ,
refers. ഒരു സസ്പെൻഷൻ മതി കേട്ടോ, ഇവിടെ 2 സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട്, അത് വേണ്ട, ഒരെണ്ണം മതി. Suspension refers to an HR related action in which the employee is terminated from work for a specific period of time, usually without pay, as a form of disciplinary action. ഇനി ഒരു സ്ഥാപനത്തിലെ HR ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഒരു തൊഴിലാളി എന്തെങ്കിലും ക്രമക്കേട് കാണിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ആദ്യത്തെ പോലെ തന്നെ പറയാം, എന്തെങ്കിലും ഒരു ചെറിയൊരു തെറ്റ് ചെയ്യുവാണെങ്കിൽ അയാൾ എന്ത് ചെയ്യാം, ഒരു നിശ്ചിത സമയത്തേക്ക് പണിഷ്മെന്റ് കൊടുത്ത് പറഞ്ഞു വിടാം. ഓക്കെ, പണിഷ്മെന്റ് കൊടുക്കാം. ഒരു നിശ്ചിത സമയത്തേക്ക് എന്ത് ചെയ്യാം, ഒരു നിശ്ചിത സമയത്തേക്കാണ് നമ്മൾ എന്ത് കൊടുക്കുക, സസ്പെൻഷൻ കൊടുക്കുക. അതായത് ഒരു പണിഷ്മെന്റ് കൊടുക്കുകയാണത്. ഇനി ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അയാൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയായിട്ടാണ് എന്ത് കൊടുക്കുക, നമ്മൾ ഈ സസ്പെൻഷൻ കൊടുക്കുക. ഈ ഒരു കാലയളവില് എന്താണ് ഉണ്ടാവുക, ശമ്പളം ഉണ്ടാവില്ല. ഇപ്പൊ നമ്മൾക്കറിയാലോ, പോലീസ് ഓഫീസേഴ്സിനൊക്കെ സസ്പെൻഷൻ കൊടുക്കാറുണ്ട് അല്ലെ. അവരെന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് ഡിപ്പാർട്ട്മെന്റ് വൈസ്, അതാണ് ഡിപ്പാർട്ട്മെന്റ് വൈസ് സ്റ്റാറിന്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഡിപ്പാർട്ട്മെന്റ് വൈസ് എന്തെങ്കിലും തെറ്റുകൾ ചെയ്യേണ്ടി അവർക്ക് വരേണ്ടി വന്നാല് അവരെ ഒരു നിശ്ചിത ഒരു 6 മാസത്തെ കാലയളവിലേക്ക് എന്ത് ചെയ്യാറുണ്ട്, സസ്പെൻഷൻ കൊടുക്കാറുണ്ട്. അതിനുശേഷം അവരെ വീണ്ടെടുക്കാറുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് അനദർ ടൈപ്പ് ഓഫ് സെപ്പറേഷൻ. ദെൻ ഫോർത്ത് ടൈപ്പ് നോക്കാം നമുക്ക്. Layoff, it refers to an indefinite termination of the employee from the payroll owing to factors which can be controlled by the employer. The purpose of layoff is to lessen the financial burden on an organization when human resources cannot be utilized in a proper manner. അതായത് ചില കാരണങ്ങളാൽ എന്ത് ചെയ്യാം, തൊഴിലാളികളെ നമുക്ക് പിരിച്ചുവിടാനായിട്ട് സാധിക്കും. ഇൻഡെഫിനിറ്റ് ടെർമിനേഷൻ എന്നാണ് അതിനെ പറയാം. അതായത് ഒരു ഓർഗനൈസേഷന് സാമ്പത്തികമായിട്ട് നഷ്ടം വരിക, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ മൊത്തത്തിൽ ക്രമക്കേടുകൾ കാണിക്കുക, അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ എന്താണ്, സ്റ്റാഫിനെ നമ്മൾ കൂട്ടമായിട്ട് പിരിച്ചുവിടും. ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നതാണ്, IT കമ്പനികള് ഇടയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്താറുണ്ട്. അതായത് അവർക്ക് സാമ്പത്തികമായിട്ട് ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നാലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ക്രമക്കേട് കാണിച്ചു കഴിഞ്ഞാലോ, അത് ഹയർ അതോറിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ആ സ്ഥാപനം നിർത്താനുള്ള ഓർഡർ കൊടുക്കുകയും ചെയ്യാറുണ്ട്. ആ ഒരു കാരണത്താല് അവിടെയുള്ള സ്റ്റാഫുകൾ എന്ത് ചെയ്യാറുണ്ട്, പിരിച്ചുവിടാറുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് അനദർ ടൈപ്പ് ഓഫ് സെപ്പറേഷൻ. ക്ലിയർ ആയല്ലോ? 4 കാര്യങ്ങളും ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് എംപ്ലോയി ട്രെയിനിങ് ഒന്ന് നോക്കാം കേട്ടോ. Employee training. Training is a process of learning a series programmed behavior. It is the application of knowledge. It makes people aware of the rules and the procedures to manage their behavior. It tries to refine their performance on the current job or make them ready for an intent job. Primary purpose of training are to increase productivity, to upgrade quality, to help an organization fulfill its future personal needs, to improve organizational climate, to improve health and safety, obsolescence prevention, and for personal growth. അപ്പൊ എന്താണ് എംപ്ലോയീസ് ട്രെയിനിങ്? എംപ്ലോയീസ് ട്രെയിനിങ് അറിയാൻ പറ്റുമല്ലോ നിങ്ങൾക്ക്, ഹെഡിങ്ങിൽ തന്നെ അറിയാൻ പറ്റും. എന്താണ് എംപ്ലോയീസ് ട്രെയിനിങ്? ഒന്ന് കമന്റ് ചെയ്തേ. വാട്ട് ഈസ് മീൻ ബൈ എംപ്ലോയീസ് ട്രെയിനിങ്? എന്താണ് എംപ്ലോയി ട്രെയിനിങ്? കേട്ടിട്ടില്ല എംപ്ലോയി ട്രെയിനിങ്? ആരും പങ്കെടുത്തിട്ടൊന്നുമില്ല ട്രെയിനിങ്ങിന്? ആർക്കും ഉണ്ടായിട്ടില്ലേ? എംപ്ലോയി ട്രെയിനിങ് എന്താ? പെർഫോമൻസ് ഇൻക്രീസ്. പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ഓക്കെ, നമുക്ക് ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എംപ്ലോയി ട്രെയിനിങ് അതായത് ഒരു എംപ്ലോയീസിന്റെ, അതായത് ഓരോരോ എംപ്ലോയീസിന്റെ നോളജ്, ഒരു എംപ്ലോയിയുടെ നോളജ്, അവരുടെ റോളുകളോടുള്ള റെസ്പോൺസിബിലിറ്റി,
എന്നിവ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു സ്ട്രക്ചറൽ പ്രോസസ് ആണ് എംപ്ലോയി ട്രെയിനിങ്. കേട്ടോ? ആ ശരിയാണ്. ജോലിയിൽ കയറുന്നതിന് മുമ്പ് നമ്മൾ കുറെ നാള് ട്രെയിനിങ്ങിലായിരിക്കും അല്ലെ? അപ്പൊ എന്തൊക്കെയാണ്? ഒരു എംപ്ലോയീസിന്റെ നോളജ്, അവരുടെ റോളുകളോടുള്ള റെസ്പോൺസിബിലിറ്റി എന്നിവ മെച്ചപ്പെടുത്തുന്നതിനുള്ള, ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള ഒരു സ്ട്രക്ചറൽ പ്രോസസ്സിനെയാണ് നമ്മൾ എംപ്ലോയി ട്രെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ജോലിക്കാർക്ക് ഇങ്ങനെയുള്ള ട്രെയിനിങ് കൊടുക്കുന്നതിലൂടെ ചില കാര്യങ്ങൾ, ചില ബെനിഫിറ്റ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? ജോലിക്കാരുടെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ട്രെയിനിങ് കൊടുക്കുമ്പോൾ ജോലിക്കാരുടെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യിക്കും. പിന്നെ അവരുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ ഓർഗനൈസേഷന്റെ ആവശ്യങ്ങൾ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങളും അവരുടെ ആവശ്യങ്ങളും വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. പേഴ്സണൽ ഡെവലപ്മെന്റിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് എംപ്ലോയീസ് ട്രെയിനിങ് നടത്തുക. ഓക്കെ, അതായത് ഓരോരുത്തരുടെ ഡെവലപ്മെന്റ്, അവിടെ വന്നിരിക്കുന്ന എത്ര എംപ്ലോയി ഉണ്ട് അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ട്രെയിനിങ്ങിലൂടെ കൊടുക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു ട്രെയിനിങ്, നമുക്ക് ഒരു എംപ്ലോയി ട്രെയിനിങ് ആവുമ്പോൾ അവർക്ക് കിട്ടുന്ന കാര്യങ്ങൾ കേട്ടോ. ഒന്നും കൂടി ഞാൻ പറയാം. എംപ്ലോയീസിന്റെ നോളജ്, അവരുടെ റോളുകളോടുള്ള റെസ്പോൺസിബിലിറ്റി എന്നിവ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു സ്ട്രക്ചറൽ പ്രോസസ് ആണത് എംപ്ലോയി ട്രെയിനിങ്. ഇതിലൂടെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും, ക്വാളിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. ആരുടെ പ്രൊഡക്ടിവിറ്റിയും ആരുടെ ക്വാളിറ്റിയും ആണ്? എംപ്ലോയീസിന്റെ കേട്ടോ. തൊഴിലാളികളുടെ പ്രൊഡക്ടിവിറ്റി, അവരുടെ ക്വാളിറ്റി, അതൊക്കെ വികസിപ്പിക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല ഓർഗനൈസേഷന്റെ ആവശ്യങ്ങൾ അതിലൂടെ നിറവേറ്റപ്പെടും. ഒരു വ്യക്തിക്ക് പ്രോപ്പർ ആയിട്ട് നമ്മൾ ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ ആ ഓർഗനൈസേഷനാണ് അതിനുള്ള ബെനിഫിറ്റ് ഉണ്ടാവുക അല്ലെ? കാരണം എന്താ? നല്ല രീതിയിൽ അയാൾ അവിടെ വർക്ക് ചെയ്യും, പ്രോപ്പർ ആയിട്ട് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാല്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പേഴ്സണൽ ഡെവലപ്മെന്റ് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മളിപ്പോ ഒരു കാര്യം പുതുതായിട്ട് നമ്മളൊരു ജോലിയിൽ പ്രവേശിക്കാനായിട്ട് പോവുകയാണ്, നമ്മൾ അതിന് മുമ്പ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാണ്. നമ്മൾ അതുവരെ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളായിരിക്കില്ല ചിലപ്പോൾ ആ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവാം. പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കും, പുറം ലോകം എന്താണെന്ന് നമ്മൾ അറിയും, എന്തൊക്കെ ജോലി സാധ്യതകൾ നമ്മളെ കാത്തിരിക്കുന്നു എന്ന് അറിയാൻ പറ്റും. നമ്മൾ ചെയ്യുന്ന ജോലികളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത് നമുക്ക് മനസ്സിലാവും. അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ ഈ ഒരു എംപ്ലോയി ട്രെയിനിങ്ങിലൂടെ നമുക്ക് കൈവരിക്കാവുന്നതാണ്. ഓക്കെ, ഇനി കുറച്ച് സ്റ്റെപ്പുകൾ ഉണ്ട്. എംപ്ലോയി ട്രെയിനിങ് മനസ്സിലായല്ലോ? ഒന്നുകൂടി പറയണോ? ഇനി വേണ്ടല്ലോ? ഓക്കെ, സ്റ്റെപ്സ് ദാറ്റ് ഇൻക്ലൂഡ് ഇൻ ട്രെയിനിങ് പ്രോഗ്രാം. ട്രെയിനിങ് പ്രോഗ്രാമില് ചില സ്റ്റെപ്പുകൾ ഉണ്ട്. ആ സ്റ്റെപ്പുകൾ നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെ സ്റ്റെപ്പുകളാണ് ട്രെയിനിങ് പ്രോഗ്രാമിലുള്ളതെന്ന് കേട്ടോ. ഫസ്റ്റ് തന്നെ പറയുന്നത് ടു ഡിസ്കവർ ഓർ ഐഡന്റിഫൈ ദ ട്രെയിനിങ് റിക്വയർമെന്റ്സ്. അതായത് ട്രെയിനിങ്ങിന്റെ ആവശ്യകതകളെ തിരിച്ചറിയുക. ഒരു എംപ്ലോയിക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടതിന്റെ ആവശ്യകതകൾ എന്ത് ചെയ്യുക? തിരിച്ചറിയുക. എന്തിനാണ് ആ എംപ്ലോയിക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടത്, എന്താവശ്യത്തിനാണ് ആ ട്രെയിനിങ് കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? തിരിച്ചറിയുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഓക്കെ, രണ്ടാമത്തേത് ടു ഗെറ്റ് റെഡി ഫോർ ദ ജോബ്. അതായത് ജോലിക്കായിട്ട് എംപ്ലോയീസിനെ തയ്യാറെടുപ്പിക്കുക. ഒരു പുതിയ ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? എംപ്ലോയീസിനെ തയ്യാറെടുപ്പിക്കണം. ദാറ്റ് ഈസ് ടു ഗെറ്റ് റെഡി ഫോർ ദ ജോബ്. ദെൻ മൂന്നാമത്തെ പോയിന്റ് പ്രിപ്പറേഷൻ ഓഫ് ദ ലേണർ. എംപ്ലോയീസിനെ തയ്യാറാക്കുക. അതായത് ഒരു ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മള് എംപ്ലോയീസിനെ തയ്യാറാക്കേണ്ടതുണ്ട്. ഓക്കെ, അതാണ് മൂന്നാമത്തേത് കേട്ടോ. ദെൻ നാലാമത്തേത് presentation of operation and knowledge. The most important step in a training program is presentation of preparation and knowledge. The trainer should clearly tell, show, illustrate and question in order to put over the new knowledge and operations. The learner should be told of the series of entire job and why each step in its performance is necessary. അതായത് ഇവിടെ പറയുന്നത് പ്രസന്റേഷൻ ഓഫ് ഓപ്പറേഷൻ ആൻഡ് നോളജ് എന്നാണ്. അതായത് പ്രവർത്തനങ്ങളുടെയും അറിവിന്റെയും അവതരണം. അതാണ് അതിന്റെ മലയാളം വരിക കേട്ടോ.
എന്താണ് ഇത് ട്രെയിനിങ് പ്രോഗ്രാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് ഈ 4ാമത്തെ പോയിന്റ്. ഇതിലൂടെ എന്ത് ചെയ്യാണ് ലേണർക്ക്, അതായത് എംപ്ലോയിക്ക് പുതിയ അറിവുകളും പ്രവർത്തനങ്ങളും നൽകുന്നതിന് ട്രെയിനർ എന്ത് ചെയ്യണം, വ്യക്തമായിട്ട് പറയുകയും അതിനെ ചിത്രീകരിക്കുകയും വേണം. ഓക്കെ, അതിന്റെ ഇമ്പോർട്ടൻസ് ലേണറിനോട് പറയണം. അതായത് ഇവിടെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വ്യക്തിയെ ട്രെയിനിങ്ങിൽ പങ്കെടുപ്പിക്കുമ്പോൾ ആ ട്രെയിനിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുക, കുറേയധികം ആ ജോലിയുമായി ബന്ധപ്പെട്ട് കുറേയധികം അറിവുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. പിന്നെ എങ്ങനെയാണ് ആ ജോലി ചെയ്യേണ്ടത്, അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. ഇത് നമ്മൾ വ്യക്തമായിട്ടാണ് ഒരു ട്രെയിനർ എംപ്ലോയിക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അത് വേണമെങ്കിൽ നമുക്ക് ചിത്രീകരിക്കാം, അല്ലെ? അതായത് പെട്ടെന്ന് അയാൾക്ക് തലയിൽ കയറാൻ, അയാളുടെ ബ്രെയിനിൽ പെട്ടെന്ന് കയറാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഇത് ജോലികൾ വേണമെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചിത്രീകരിച്ച് കാണിക്കാം, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒരു ജോലിയെ വ്യക്തമായിട്ട് വിശദീകരിക്കുന്നതിനെയാണ് പ്രസന്റേഷൻ ഓഫ് ഓപ്പറേഷൻ ആൻഡ് നോളജ് എന്ന് പറയുന്നത്. ഇത് കൊടുക്കുന്നത് ട്രെയിനറും ഇത് വാങ്ങുന്നത്, അതായത് ഈ കാര്യങ്ങൾ കേൾക്കുന്നത് എംപ്ലോയീസുമാണ്. അത് അവരെയാണ് ലേണർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ അവിടെ. ഓക്കെ, എംപ്ലോയിനെയാണ്, അതായത് കേൾക്കുന്നയാളെയാണ് ലേണർ എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു ജോലി ഇപ്പൊ ഹോസ്പിറ്റലിൽ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു 3 മാസം ട്രെയിനിങ് തരുമ്പോൾ നിങ്ങളെ സൂപ്പർവൈസ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ട് ഒരാളുണ്ടാകും. അയാളുടെ കയ്യിൽ നിന്നായിരിക്കും നിങ്ങൾ പല കാര്യങ്ങളും പഠിക്കുന്നത്. അയാൾ വേണമെങ്കിൽ ആ ജോലികള് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും, വേണമെങ്കിൽ അതൊന്ന് പ്രസന്റേഷൻ ആയിട്ട് കാണിച്ചു തരും, അല്ലെങ്കിൽ അതൊന്ന് ചിത്രീകരിച്ചു തരും. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, വ്യക്തമായിട്ട് നിങ്ങളെ ആ ജോലി പഠിപ്പിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് പ്രസന്റേഷൻ ഓഫ് ഓപ്പറേഷൻ ആൻഡ് നോളജ്. ക്ലിയർ ആണോ? Then അടുത്ത point, performance tryout. Under this, the trainees is asked to look through the job several times slowly and explain to him each step. Mistakes should be corrected. Then the trainee is advised to do the job step by step, building up skill and speed. Okay, അതായത് ഇവിടെ പറയുന്നത് സാവധാനം ജോലി പഠിച്ചെടുക്കാനും ജോലിയുടെ ഓരോ സ്റ്റെപ്പും എക്സ്പ്ലെയിൻ ചെയ്യാനും ട്രെയിനി ആവശ്യപ്പെടുന്നു. അതായത് ഞാൻ പറഞ്ഞു, നമ്മൾക്ക് ട്രെയിനിങ് തരുമ്പോൾ നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ട് ഒരു ട്രെയിനി ഉണ്ടാവും, അല്ലെ? അയാൾ എന്ത് പറയുന്നുണ്ട് എംപ്ലോയിനോട്, സാവധാനം ജോലി പഠിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ജോലി പഠിച്ചെടുക്കാനും മാത്രമല്ല ആ ജോലി അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനും ആരോട് പറയുന്നുണ്ട്, എംപ്ലോയീസിനോട് പറയുന്നുണ്ട്. ഇതിലൂടെ തെറ്റുകൾ തിരുത്താനായിട്ട് സാധിക്കും. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അയാൾ ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെട്ട അയാൾ ആ ട്രെയിനിങ് പീരീഡ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താനായിട്ട് ഇതിലൂടെ സാധിക്കും. അതുപോലെ തന്നെ തിരുത്തി കഴിഞ്ഞാല് ജോലിയുടെ, അതായത് ആ ജോലിയിലെ കഴിവും വേഗതയും വളർത്തിയെടുക്കാൻ സാധിക്കും. ഓക്കെ, ഒരാളുടെ കയ്യിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആ മിസ്റ്റേക്ക് നമ്മൾ തന്നെ കണ്ടുപിടിച്ച്, അതായത് എംപ്ലോയി കണ്ടുപിടിച്ച് അത് തിരുത്തുവാണെങ്കിൽ ആ ജോലി പെട്ടെന്ന് പഠിച്ചെടുക്കാനും ആ ജോലിയില് സ്പീഡ് അയാൾക്ക് ഉണ്ടാകുന്നതുമാണ്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ക്ലിയർ ആണോ? മനസ്സിലായോ? Then അടുത്ത point, follow up and evaluation of the programmed. It is with a view to testing the effectiveness of training efforts that this step is undertaken. Follow up എന്ന് പറയുന്നത്, evaluation എന്ന് പറയുന്നത്, follow up evaluation മീൻ ചെയ്യുന്നത് ട്രെയിനിങ്ങിന്റെ റിസൾട്ട് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊസീജിയർ. അതായത് ഒരു തൊഴിലാളി ആ ഒരു ട്രെയിനിങ് പീരീഡിൽ എത്രത്തോളം കാര്യങ്ങളാണ് പഠിച്ചത് അത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് ഫോളോ അപ്പ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് കേട്ടോ. നമ്മളിപ്പോ ഒരു 3 മാസം നമ്മൾ ട്രെയിനിങ് കഴിഞ്ഞു, ഏതെങ്കിലും ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ട്രെയിനിങ് എടുക്കുകയാണ്. ആ 3 മാസത്തിന്റെ ലാസ്റ്റ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പരിശോധിക്കും നമ്മൾ എത്രത്തോളം കാര്യങ്ങൾ പഠിച്ചെടുത്തു, എങ്ങനെയാണ് നമ്മൾ റിയൽ ആയിട്ട് ചെയ്യാൻ പോകുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിനെയാണ് ആ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്.
ഒരു എംപ്ലോയി ഇതിൽ എത്രത്തോളം സക്സസ്ഫുൾ ആയെന്ന് അറിയാനായിട്ട് ഈ ഒരു പരിശോധനയിലൂടെ സാധിക്കും. ഓക്കെ, ഒന്നുകൂടി പറയണോ ഇനി? മനസ്സിലാവാത്തതുണ്ടോ ആർക്കെങ്കിലും? ക്ലിയർ ആണ്? ഓക്കെ, എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ട്രെയിനിങ് മെത്തേഡിനെ കുറിച്ച് നോക്കാം. ഇത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾ വേണമെങ്കിൽ ചിലപ്പോ ഇതിനകത്തൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവാം. ഒന്ന് നോക്കാം നമുക്ക് എങ്ങനെയാണെന്ന്. മനസ്സിലാവും, എളുപ്പമാണ്. ട്രെയിനിങ് മെത്തേഡ്സ്, ടെക്നിക്സ്, പല വിധത്തിലാണ് ട്രെയിനിങ്ങുകൾ ഉള്ളത്, അല്ലെങ്കിൽ മെത്തേഡുകൾ, ട്രെയിനിങ് മെത്തേഡുകൾ പല ടൈപ്സ് ഉണ്ട്. അതിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓൺ ദ ജോബ് ട്രെയിനിങ് ആണ്. OJT എന്നാണ് അതിന്റെ ഷോർട്ട് ഫോം അറിയപ്പെടുക കേട്ടോ. ഓൺ ദ ജോബ് ട്രെയിനിങ്. In the on-the-job training method, the employees are trained on the job at their places of work using actual tools, equipment, documents used by employees when they are fully trained. അതായത് ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് എന്ന് പറഞ്ഞാല് എംപ്ലോയീസ് ട്രെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രെയിനിങ് എടുക്കുന്നത് അവരുടെ ജോലി സ്ഥലത്ത് തന്നെയായിരിക്കും. ഓക്കെ, ഇപ്പൊ ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാള് അദ്ദേഹത്തിന്റെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് അവിടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് ചിലപ്പോ ആളുകൾക്ക് ജോലി കൊടുത്തിട്ടുണ്ടാകും, പക്ഷെ ആ ജോലി ചെയ്യുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് ട്രെയിനിങ് പീരീഡ് കൂടിയായിരിക്കും. ഇപ്പൊ ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കേണ്ട ഒരു കാര്യം, ഒരു വ്യക്തി, ഒരു എംപ്ലോയി അദ്ദേഹത്തിന്റെ ജോലി സ്ഥലത്ത് തന്നെ ട്രെയിനിങ് എടുക്കുന്നതാണെന്ത് ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആ സ്ഥലത്ത് തന്നെ ട്രെയിനിങ് ആണ്. ഇപ്പൊ ഹോസ്പിറ്റൽസിലൊക്കെ അങ്ങനെയല്ലേ? അതായത് ഹോസ്പിറ്റൽസിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾക്ക് ജോലി കിട്ടുമ്പോൾ നമ്മൾക്ക് ഒരു ട്രെയിനിങ് പീരീഡ് ഉണ്ട് അല്ലെ? ആ ട്രെയിനിങ് പീരീഡിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ആ ജോലി ചെയ്യുന്നുണ്ട്, പക്ഷെ അത് നമ്മുടെ ട്രെയിനിങ്ങും കൂടിയാണ്. ദാറ്റ് ഈസ് ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്. അതുപോലെ തന്നെ ഇതിനകത്ത് അതായത് എംപ്ലോയീസിന്, അതായത് ട്രെയിനേഴ്സിന് ആവശ്യമായിട്ടുള്ള ടൂൾസ്, എക്യുപ്മെന്റ്, ഡോക്യുമെന്റ്സ് ഒക്കെ ആ ഒരു സ്ഥലത്ത് കൊടുക്കുന്നുണ്ടാകാം. ഹോസ്പിറ്റലിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ ഹോസ്പിറ്റലിൽ നമ്മുടെ ജോലിക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂളുകള്, എക്യുപ്മെന്റുകള്, ഡോക്യുമെന്റുകളൊക്കെ അവിടെ നിന്ന് തരുന്നതായിരിക്കും, ആ ഒരു ഓർഗനൈസേഷൻ തരുന്നതായിരിക്കും. പുറത്തു നിന്ന് ഒരാൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല ആള് ട്രെയിനി ആണോ അല്ലെങ്കിൽ ശരിക്കും ജോലിക്ക് നിൽക്കുന്നതാണോ എന്ന് നമുക്ക് മനസ്സിലായി എന്ന് വരില്ല. കാരണം അവിടെയുള്ള എല്ലാ ടൂളുകളും, എക്യുപ്മെന്റുകളും അതുപോലെ ഡോക്യുമെന്റുകളും ഉപയോഗിച്ചിട്ടായിരിക്കാം ഇയാൾ ജോലി ചെയ്യുന്നത്. നമ്മൾ പറയുമ്പോഴായിരിക്കും അറിയാം അയാൾ ട്രെയിനി ആണെന്ന്. ഓക്കെ, അപ്പോ ജോലി സ്ഥലത്ത് തന്നെ ട്രെയിനിങ് ചെയ്യുന്നതാണ് എന്ത് ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അടുത്തത് പറഞ്ഞോട്ടെ. ഇതിനകത്ത് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഓക്കെ, എന്താണ്? ഒന്നാമത്തത് ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്, രണ്ടാമത്തത് അപ്രന്റീസ്ഷിപ്പ്. ഓക്കെ, അപ്രന്റീസ്ഷിപ്പ് എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതിനകത്ത് ആദ്യത്തെ നമുക്ക് നോക്കാം. എന്താണ് ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് അഥവാ JIT? This method is also known as training through gradual learning. അതായത് ഒരു ട്രെയിനിയെ പതുക്കെ പതുക്കെ കാര്യങ്ങൾ പറഞ്ഞ് അയാളെ ഗൈഡ് ചെയ്യിപ്പിച്ച് ട്രെയിൻ ചെയ്യുന്ന പ്രോസസ് ആണത് ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്. എല്ലാരും കൂടി ഒരുമിച്ച് ഒറ്റ ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടോ അല്ല പറയുന്നത്. കുറച്ച് ടൈം പീരീഡ് ഉണ്ടാവാം കൂടുതല്. ആ ചിലപ്പോൾ 6 മാസമായിരിക്കാം, അല്ലെങ്കിൽ 9 മാസമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ 1 വർഷമായിരിക്കാം. ഓക്കെ, അപ്പൊ അയാളെ കുറേശ്ശെ കാര്യങ്ങൾ പറഞ്ഞ് എംപ്ലോയീസിനെ അല്ലെങ്കിൽ ട്രെയിനേഴ്സിനെ കുറേശ്ശെ കാര്യങ്ങൾ പറഞ്ഞ് ഈ ഒരു ട്രെയിനിങ്ങിന് ഗൈഡ് ആയിട്ട് നിൽക്കുന്ന ആള് അദ്ദേഹത്തെ ആ ജോലി പഠിപ്പിക്കുന്ന രീതിയാണത് ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്. ഗൈഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോ ആ ഒരു കാലയളവിൽ എന്ത് ചെയ്യാം? ഇദ്ദേഹത്തെ ഇവാലുവേറ്റ് ചെയ്യാം. ഈ ഒരു കാലയളവിൽ ആ ഒരു എംപ്ലോയി എങ്ങനെയാണ് ജോലി പഠിച്ചെടുത്തത്, ലാസ്റ്റ് പീരീഡില് മൊത്തം എന്ത് ചെയ്യും? ഇയാളൊന്ന് ഇവാലുവേറ്റ് ചെയ്തിട്ടായിരിക്കും അയാളെ പെർമനന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്. സ്ലോലി ആണ് എന്ത് ചെയ്യാ ഈ ഒരു പ്രോസസ് നടക്കുക കേട്ടോ. സ്ലോലി ആണ്, അതാണ് ഇതിന്റെ പ്രത്യേകത. സ്ലോലി ഒരാളെ കാര്യങ്ങൾ പഠിപ്പിച്ചെടുക്കുന്നു.
Then രണ്ടാമത്തേത് എന്താണ്? അപ്രന്റീഷിപ്പ് ആണ് അല്ലെ? എന്താണ് അപ്രന്റീഷിപ്പ് എന്ന് പറഞ്ഞാല്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ ഇതിന്? പോയിട്ടില്ല അല്ലെ? നമുക്ക് നോക്കാം എന്താണ്. In this, a person is learning a trade from a skilled employer having agreed to work for a fixed period at low wages. അതായത് ഇതിനകത്ത് ഒരു പേഴ്സൺ ഒരു ട്രേഡ്, ഒരു ജോലി പഠിച്ചെടുക്കുന്നത് ഒരു സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയറിന്റെ കീഴിൽ നിന്നുകൊണ്ടാണ്. അതിന് എക്സ്പേർട്ട് ആയിട്ടുള്ള, ഒരു ജോലിയിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാകും. ആ ആളുകളുടെ കീഴിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇയാള് ജോലി പഠിച്ചെടുക്കുന്ന രീതിയാണ് അപ്രന്റീഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇതിന് എന്താ പറയാ, ഒരു ടൈം പീരീഡ് ഉണ്ടാവും. ഈ അപ്രന്റീഷിപ്പിന് ഒരു ടൈം പീരീഡ് ഉണ്ടാകും. ആ ടൈം പീരീഡിൽ നമുക്ക് എന്താണ്, വളരെ ലോ ആയിട്ടുള്ള വേജസ് തന്നിട്ടായിരിക്കും നമ്മളെ ഈ ട്രെയിനിങ്ങിന് നിർത്തിയിട്ടിരിക്കുക. ഒരു തുച്ഛമായിട്ടുള്ള ഒരു ശമ്പളം നമുക്ക് ഇതിന് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്രന്റീഷിപ്പിൽ മാത്രമാണ് അത് കിട്ടുക. ഒരു ടൈം പീരീഡ് ഉണ്ടാവും. അതുകൂടാതെ ആ ടൈം പീരീഡിൽ കുറച്ച് പൈസ നമ്മുടെ പോക്കറ്റ് മണി ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അവര് തരും. ദാറ്റ് ഈസ് അപ്രന്റീഷിപ്പ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ടെക്നിക്കൽ ജോബുകൾ ഉണ്ട്. ഉദാഹരണം, വളരെ ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ പ്ലംബിംഗ് ജോലികള് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ വർക്കുകൾ, അതൊക്കെ ചെയ്യുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവരൊക്കെ എന്താണ്, സ്കിൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പേർട്ടിന്റെ കീഴിലാണ് എന്ത് ചെയ്യുക, ട്രെയിനിങ് എടുക്കുക. ഏത് സമയവും അവരുടെ ഗൈഡൻസ് ഇവർക്ക് ആവശ്യമാണ്. കാരണം തെറ്റുകളോ, കുറച്ചും കൂടി റിസ്കി ആയിട്ടുള്ള ജോബുകളാണ്. അതുകൊണ്ട് തന്നെ തെറ്റുകളോ കുറ്റങ്ങളോ ഒന്നും വരാനായിട്ട് പാടില്ല. ഏത് സമയം ഇവര് സൂപ്പർവൈസ് ചെയ്യാനായിട്ടുണ്ടാകും. അപ്പൊ സ്കിൽഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയിയുടെ കീഴിൽ നമ്മൾ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളൊരു ജോലി പഠിച്ചെടുക്കുന്നതിനെയാണ് അപ്രന്റീഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഓൺ ദ ജോബ് ട്രെയിനിങ് ആണ് ഞാൻ പറഞ്ഞത്. ഒരു സ്ഥലത്ത് തന്നെ നമ്മൾ ജോലി പഠിച്ചെടുക്കുന്നു അല്ലെങ്കിൽ ജോലിയുടെ ട്രെയിനിങ് ചെയ്യുന്നതിനെയാണ് ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അതിന്റെ രണ്ട് രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു. ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് പറഞ്ഞു, അപ്രന്റീഷിപ്പും പറഞ്ഞു. ക്ലിയർ ആണോ? ഓക്കെ, ഇനി അടുത്തത് ഓഫ് ദ ജോബ് മെത്തേഡ്സ് ആണ്. ഓക്കെ, ഇൻ ദ ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്, the workers, employees learn their job roles away from the actual work floor. എന്താണത്? എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഓൺ ദ ജോബ് ട്രെയിനിങ്ങിൽ ഞാൻ പറഞ്ഞു, ജോലി സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ആളുകൾ ട്രെയിനിങ് എടുക്കുക. പക്ഷേ ഓഫ് ദ ജോബ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഒരു ജോലി സ്ഥലത്തിന് പുറത്തു വെച്ച് ട്രെയിനിങ് കൊടുക്കുകയാണ്. തൊഴിലാളികൾക്ക് ജോലി സ്ഥലത്തിന് പുറത്തു വെച്ച് ട്രെയിനിങ് കൊടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ട്രെയിനിങ് കൊടുക്കുന്നത്? പുറത്തു വെച്ചിട്ട് തൊഴിലാളികൾ കൂടുതലാണെങ്കിലോ അല്ലെങ്കിൽ പഠിച്ചെടുക്കേണ്ട ജോലി കുറച്ച് ടഫ് ആണെങ്കിലോ ആണ് ജോലി സ്ഥലത്തിന് പുറത്തു വെച്ചിട്ട് എന്ത് ചെയ്യുക, ട്രെയിനിങ് കൊടുക്കുക. ഓക്കെ, പക്ഷെ ചില കേസുകളില് ജോലി സ്ഥലത്ത് വെച്ച് തന്നെ എന്ത് ചെയ്യാം, ട്രെയിനിങ് കൊടുക്കാം. എങ്ങനെയുള്ള കേസുകളിലാണെന്നോ? ഇപ്പൊ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഗവൺമെന്റ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെ കൊടുക്കുന്ന ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ, അതായത് പൊതുജനങ്ങളെ വിളിച്ചു വരുത്തി കൊടുക്കുന്ന ട്രെയിനിങ്ങില് എന്ത് ചെയ്യും ഇവര്? ആ ഒരു പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിന്റെ ഒരു മുറി ഇതിനായിട്ട് ഒഴിച്ചിടും, ഒരു റൂം ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പുറത്തു നിന്നുള്ള ആളുകളെ വരുത്തി ക്ലാസ് എടുപ്പിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ഓഫ് ദ ജോബ് മെത്തേഡ്. അപ്പൊ രണ്ട് രീതിയിലാണ് എന്ത് ചെയ്യുക, ഓഫ് ദ ജോബ് മെത്തേഡിന്റെ പ്രോസസ്സ് നടക്കുക. ഒന്നെന്ന് പറഞ്ഞാല് ജോലി സ്ഥലത്തിന് പുറത്ത് ഉള്ള ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ വെച്ചിട്ട് തൊഴിലാളികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നു. അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് തന്നെ സെപ്പറേറ്റ് ആയിട്ടൊരു ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്തിട്ട് പുറത്തു നിന്നുള്ള ആളുകളെ വിളിച്ചു വരുത്തി ക്ലാസ് എടുപ്പിക്കും. അപ്പൊ രണ്ട് രീതിയിലാണ് ഈ ഒരു കാര്യം നടക്കുക. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? അതായത് ഒന്നില്ലെങ്കിൽ തൊഴിലാളികൾ കൂടുതൽ, അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ട്രെയിനിങ് കൊടുക്കുമ്പോൾ ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകളെ നമുക്ക് ട്രെയിനിങ് കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ തൊഴിലാളികൾ കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ പരിശീലനത്തിന് വന്ന ആളുകളുടെ എണ്ണം കൂടുതലാണെങ്കിലോ അല്ലെങ്കിൽ പഠിച്ചെടുക്കേണ്ട ജോലി കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലോ ആണ് എന്ത് ചെയ്യാം, പുറത്ത്
നമ്മള് ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ അല്ലെങ്കിൽ ട്രെയിനിങ്ങുകൾ നമ്മൾ കൊടുക്കുക. അതുപോലെ പുറത്തുനിന്ന് ആളുകൾ ക്ലാസ് എടുക്കാൻ വരുന്നു എന്ന് പറയാം അല്ലെ. ഈ മേഖലയിൽ പ്രാവീണ്യമുള്ള വിദഗ്ധരായിട്ടുള്ള ആളുകളാണ് എന്ത് ചെയ്യുക, ഇതിനു വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കുക. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് എന്താ പറയാ, ആദ്യത്തെ രീതിയിൽ നിന്ന് കുറച്ചുകൂടി വാസ്റ്റ് ആയിട്ടുള്ള ഒരു എന്താണ് മേഖലയാണ് ഈ ഒരു ഓഫ് ദി ജോബ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം ഏതൊക്കെ ടൈപ്പിലാണ് ഇവിടെ ട്രെയിനിങ് കൊടുക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അതിനകത്ത് ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ലെക്ചേഴ്സ് ആണ്. ലെക്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മള് ഒരു ക്ലാസ്സിലിരുത്തി ആളുകളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ഒരു രീതിയാണ്. ഇപ്പൊ ഞാനും നിങ്ങളും തമ്മില് എന്താണ്, ഞാൻ ക്ലാസ് എടുത്തിട്ടിരിക്കുന്നു, നിങ്ങളത് കേട്ടുകൊണ്ടിരിക്കുന്നു. ആ ഒരു രീതി തന്നെയാണ് ഈ ലെക്ചേഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഓൺലൈൻ ആയിട്ടാണ് ക്ലാസ് എടുക്കുന്നത് അല്ലെ. പക്ഷെ ഇവിടുത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഓഫ്ലൈൻ ആണ്. അതായത് ഒരു ക്ലാസ് റൂം നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും ഉള്ള ഒരു ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്യുന്നു. അതിനകത്ത് ട്രെയിനർ വന്ന് അല്ലെങ്കിൽ പരിശീലനം കൊടുക്കേണ്ട ആൾ വന്ന് കുറെ കാര്യങ്ങളൊക്കെ പറയുന്നു, വേണ്ട ആളുകൾ അത് നോട്ട് ചെയ്യുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ലെക്ചേഴ്സിലൂടെയാണ്. പിന്നെ വേണമെങ്കിൽ ക്ലാസ് ഇൻട്രസ്റ്റിംഗ് ആക്കാനായിട്ട് പ്രസന്റേഷൻ ചെയ്യാം, വിഷ്വൽസ് കാണിക്കാം, വീഡിയോ, ഓഡിയോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ നമുക്ക് ക്ലാസ് ഇൻട്രസ്റ്റിംഗ് ആക്കാനായിട്ട് സാധിക്കും. സാധാരണ നമ്മുടെ ഒരു ക്ലാസ് റൂം രീതിയാണ് ലെക്ചേഴ്സ് എന്ന് പറയുന്നത്. ആവശ്യം അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരാൾ വന്ന് പഠിപ്പിക്കുന്ന രീതി. ഓക്കെ, രണ്ടാമത്തേതാണ് വെസ്റ്റിബ്യൂവൽ ട്രെയിനിങ്. It is a classroom training which is often done with the help of the equipment and machines which are identical with those in use in the place of work. അതായത് ഈ വെസ്റ്റിബ്യൂവൽ ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു ക്ലാസ് റൂമില് ഒരു വർക്കിംഗ് എൻവയൺമെന്റ് സൃഷ്ടിക്കുക. ഓക്കെ, എന്നിട്ട് തൊഴിലാളികൾക്ക് ട്രെയിനിങ് കൊടുക്കുക. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിന്റെ ഒരു എൻവയൺമെന്റ് ഒരു ക്ലാസ് റൂമിൽ ക്രിയേറ്റ് ചെയ്യുക. ഇപ്പൊ ഹോസ്പിറ്റൽ എൻവയൺമെന്റ് എന്ന് പറയുമ്പോൾ ആ ഹോസ്പിറ്റലിലെ എന്താ പറയാ, അവിടെയുള്ള ആളുകൾ എത്ര പേരാണ് അവിടെ ജോലിക്ക് നിൽക്കുന്നത്, അവിടെയുള്ള ആളുകൾ അവിടെ അവൈലബിൾ ആയിരിക്കണം. മാത്രമല്ല ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ടൂളുകൾ, എന്തൊക്കെ എക്യുപ്മെന്റുകൾ ഉണ്ട്, അതൊക്കെ അവിടെ സജ്ജീകരിച്ചിരിക്കണം, ഈ ക്ലാസ് റൂമിൽ സജ്ജീകരിച്ചിരിക്കണം. എന്നിട്ട് ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു രീതിയാണ്. റിയൽ ആയിട്ടുള്ള ഒരു വർക്കിംഗ് എൻവയൺമെന്റിനെ എന്താണ് അങ്ങനെ തന്നെ ട്രാൻസ്ഫർ ചെയ്ത് ഒരു ക്ലാസ് റൂമിൽ സെറ്റ് ചെയ്തിട്ട് ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നു. എന്തിനാണ് ഇങ്ങനത്തെ ട്രെയിനിങ് കൊടുക്കുന്നത്? ഈ ട്രെയിനിങ്ങിന് കുറച്ച് കോസ്റ്റ് കൂടുതലാണല്ലോ. അതാണ് ഈ ട്രെയിനിങ്ങിന്റെ വെസ്റ്റിബ്യൂവൽ ട്രെയിനിങ്ങിന്റെ പ്രത്യേകത. ഇതിന് കുറച്ച് കോസ്റ്റ് കൂടുതലാണ്. എന്തുകൊണ്ടായിരിക്കും ഇതിന് കോസ്റ്റ് കൂടുതൽ വരുന്നത്? ഒന്ന് കമന്റ് ചെയ്തേ, അതിനെങ്കിലും ഒന്ന് മറുപടി പറഞ്ഞേ. വെസ്റ്റിബ്യൂവൽ ട്രെയിനിങ്ങിന് കോസ്റ്റ് കൂടുതലാണ്, എന്തുകൊണ്ടാ? അത് തന്നെ, കാരണം റിയൽ ആയിട്ടുള്ള വർക്കിംഗ് എൻവയൺമെന്റ് ആണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതിനു വേണ്ടിയുള്ള എക്യുപ്മെന്റുകൾ വേണം, അതിന്റെ മെറ്റീരിയൽസ് വേണം, ഒക്കെ അവൈലബിൾ ആക്കണം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് കോസ്റ്റ് കൂടുതലാണ്. പക്ഷേ എന്താണ് ഈ ഒരു ട്രെയിനിങ്ങിന്റെ പ്രത്യേകത? സഡൻലി നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. ആ ഒരു ജോലി, എന്ത് ജോലിയാണോ നമ്മൾക്ക് അവിടെ ട്രെയിനിങ് തരുന്നത്, ആ ഒരു വെസ്റ്റിബ്യൂവൽ ട്രെയിനിങ്ങിലൂടെ നമുക്ക് തരുന്നത്, അത് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ സാധിക്കും. കാരണം റിയൽ ആയിട്ടുള്ള ഒരു വർക്കിംഗ് എൻവയൺമെന്റുമായിട്ടല്ലേ നമ്മൾ ഇടപഴകുന്നേ. അപ്പോ ഒരു ഷോർട്ട് പീരീഡില് എക്സ്പെൻസ് കൂടുതലാണെങ്കിലും വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്. ദെൻ അടുത്തത് കോൺഫറൻസസ്. കോൺഫറൻസസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്താണ്. അതായത് ഈ ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ആളുകൾ ഉണ്ടാവും. അതായത് നമ്മൾ ഏത് ജോലിയാണോ നമുക്ക് ട്രെയിനിങ് വേണ്ടത്, ആ ജോലിയുമായി ബന്ധപ്പെട്ട് ധാരാളം ആളുകൾ ഉണ്ടാവും. അതിനകത്ത് വൈദഗ്ധ്യം ഉണ്ടായിട്ടുള്ള എക്സ്പേർട്ടുകൾ ഉണ്ടാകാം, ധാരാളമായിട്ട് ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഉണ്ടാവാം. അങ്ങനെ എല്ലാവരും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കോൺഫറൻസ് നടത്തുന്നു. അതായത് ഈ തൊഴിലാളികളുടെ ഈ ട്രെയിനിങ്ങിന് വന്ന ആളുകളുടെ മുമ്പില് ഒരു എന്താ പറയാ കോൺഫറൻസ് പോലെ നടത്തിയിട്ട് കുറെ കാര്യങ്ങൾ എംപ്ലോയീസിന് പറഞ്ഞു കൊടുക്കുന്ന രീതിയാണിത് കോൺഫറൻസസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഗ്രൂപ്പ് ഡിസ്കഷൻ ആണ്. ഇതും അതിന്റെ തന്നെ ഒരു വേറൊരു വെർഷൻ ആണ് കേട്ടോ. ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ ആ ഹോസ്പിറ്റലിലെ തന്നെ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, ആ ജോലിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവര്, പിന്നെ അതുപോലെ തന്നെ ഈ ട്രെയിനിങ് വന്നിട്ടുള്ള ആളുകള്, ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ജോലിയെ കുറിച്ചുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്.
അപ്പൊ വേണമെങ്കിൽ ട്രെയിനിങ്ങിന് വന്ന തൊഴിലാളികൾക്ക് എന്ത് ചെയ്യാം, അവരുടേതായിട്ടുള്ള ഒപ്പീനിയനും മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കാവുന്നതാണ് അല്ലെങ്കിൽ പറയാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ലെക്ചേഴ്സ് പറഞ്ഞു, വെസ്റ്റിബിൾ ട്രെയിനിങ് പറഞ്ഞു, കോൺഫറൻസ് പറഞ്ഞു, ഗ്രൂപ്പ് ഡിസ്കഷൻ പറഞ്ഞു. ഓക്കെ, ദെൻ അടുത്തത് കേസ് സ്റ്റഡി ആണ് കേട്ടോ. കേസ് സ്റ്റഡി നമുക്കൊന്ന് നോക്കാം. കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാല് ലേണിംഗ് ബൈ ഡൂയിങ് എന്നാണ്. അതായത് ട്രെയിനിങ്ങിന് വന്നിട്ടുള്ള ആളുകള്, തൊഴിലാളികളായിട്ടുള്ള ആളുകൾ ഉണ്ടല്ലോ, അവർക്ക് നമ്മൾ ഒരു ഡോക്യുമെന്റ് കൊടുക്കും. ചിലപ്പോൾ അത് ബുക്ക് ആവാം, അല്ലെങ്കിൽ ഒരു ഫയൽ ആകാം. അത് കൊടുത്തിട്ട് അവരോട് എന്ത് പറയുന്നു, ഇത് പഠിച്ചിട്ട് അതിൽ നിന്നുള്ള കാര്യങ്ങള് ഫൈൻഡ് ചെയ്യാനും അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനും പറയുന്നു. ദാറ്റ് ഈസ് കേസ് സ്റ്റഡി. ഓക്കെ, ഒരു ഡോക്യുമെന്റോ ഒരു ഫയലോ ഒരു ബുക്കോ കൊടുക്കുന്നത് ആ ജോലിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഡോക്യുമെന്റ് ആകാം, അല്ലെങ്കിൽ ഫയൽ ആകാം, ബുക്സ് ആകാം. അത് കൊടുത്തിട്ട് അത് പഠിച്ചു കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ആ ജോലിയുടെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതിനകത്ത്, അതിന്റെ എക്സ്പ്ലനേഷൻ തരാനായിട്ട് അവരോട് പറയാം. ഓക്കെ, ഇതിലൂടെ പ്രധാനമായിട്ടും കിട്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഡിസിഷൻ മേക്കിംഗ് ഉണ്ടാവും. കേസ് സ്റ്റഡിയിലൂടെ തൊഴിലാളികൾക്ക് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന ആ ഒരു കാര്യം പെട്ടെന്ന് കിട്ടുന്നതാണ്. ദെൻ എന്തെങ്കിലും ഒരു കാര്യത്തിന് ബെസ്റ്റ് സൊല്യൂഷൻ ഇവർക്ക് നൽകാനായിട്ട് കേസ് സ്റ്റഡിയിലൂടെ സാധിക്കുന്നതാണ്. ഓക്കെ, ദെൻ അടുത്തത് റോൾ പ്ലേയിങ് ആണ്. റോൾ പ്ലേയിങ് നോക്കാം നമുക്ക്. റോൾ പ്ലേയിങ് can be defined as pretending to be someone else or pretending to be in a particular situation that you are not really in at the time. റോൾ പ്ലേ എന്ന് പറഞ്ഞാല് കുറെ ആളുകൾ ഇരിക്കുകയാണ്, ട്രെയിനീസ് ആയിട്ടുള്ള അല്ലെങ്കിൽ തൊഴിലാളികൾ ട്രെയിനിങ്ങിന് വന്നിരിക്കുകയാണെന്ന് വിചാരിക്കാം. അവരിൽ ഒരാളോട് നമ്മൾ പറയാണ് സൂപ്പർവൈസറിന്റെ റോള് ചെയ്യാനായിട്ട് പറയാണ്. അതവിടെ ഡെമോ പോലെ അല്ലെങ്കിൽ പ്രസന്റേഷൻ പോലെ ചെയ്യാനായിട്ട് ആ വ്യക്തിയോട് പറയുന്നു. ഓക്കെ, അപ്പോ അയാള് വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആ സൂപ്പർവൈസറിന്റെ ജോലി ചെയ്യുന്നു. ഈ ജോലി ചെയ്യുന്നതിനിടയില് എന്തെങ്കിലും പ്രോബ്ലംസ്, ആ സൂപ്പർവൈസറുടെ ജോലിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രോബ്ലംസ് ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനോട് പറയുന്നു. സൂപ്പർവൈസറിന്റെ റോളാണല്ലോ അദ്ദേഹം ചെയ്യുന്നത്. അപ്പൊ ആ ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിനോട് പറയുന്ന ഒരു രീതിയാണത് റോൾ പ്ലേയിങ് എന്ന് പറയുന്നത്. സൂപ്പർവൈസറിന്റെ തന്നെ ആണെന്നില്ല, ചിലപ്പോൾ മാനേജറുടെ ജോലി ആയിരിക്കാം. അതൊക്കെ അദ്ദേഹത്തിനോട് കാണിക്കാനായിട്ട് പറയും. എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, എങ്ങനെയാണ് ആ ജോലി പൂർത്തീകരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു പ്രസന്റേഷൻ മോഡൽ ചെയ്യാനായിട്ട് അദ്ദേഹത്തിനോട് പറയുന്നുണ്ട്. ദെൻ അടുത്തത് പ്രോഗ്രാമഡ് ഇൻസ്ട്രക്ഷൻസ് ആണ് കേട്ടോ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സീരീസ് ഓഫ് സ്റ്റെപ്സ് വിച്ച് ആർ ഓഫൺ സെറ്റ് അപ്പ് through the central panel of an electronic computer as guides in the performance of a desired operation or series of operations. അതായത് യഥാർത്ഥത്തിലുള്ള തൊഴിൽ സാഹചര്യം കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ ഇമിറ്റേറ്റ് ചെയ്യുന്നതാണ് പ്രോഗ്രാമഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോ ഒരു ജോലി ചെയ്യുവാണ്, ആ ജോലി ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിന്റെ ഒരു എന്താ പറയാ, ആ ജോലി തന്നെ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ ഇമിറ്റേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ കമ്പ്യൂട്ടറിൽ നമുക്കൊന്ന് പ്ലേ ചെയ്ത് കാണിക്കുന്നു എങ്ങനെയാണ് ഈ ജോലി ചെയ്യേണ്ടത്. കറക്റ്റ് ആയിട്ട് ഓരോ സ്റ്റെപ്പും കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി കാണിച്ചു തരുന്നതാണെന്ത് ഈ ഒരു പ്രോഗ്രാമഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോ ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യാണ്, അപ്പൊ നമ്മളൊരു എക്യുപ്മെന്റുമായിട്ട് നമ്മൾ കൂടുതലായിട്ട് ലിങ്ക് ചെയ്യേണ്ട ആവശ്യം വരും. അപ്പൊ ആ എക്യുപ്മെന്റ് പ്രവർത്തിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് അറിയേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ നമ്മൾ ട്രെയിനിങ് കിട്ടാതെയാണ് നമ്മൾ അവിടെ ചെന്ന് ജോലി ചെയ്യുന്നതെങ്കിൽ ആ എക്യുപ്മെന്റ് വേണമെങ്കിൽ ഡാമേജ് ആകാം. നമ്മൾ ആ എക്യുപ്മെന്റിൽ എന്തെങ്കിലും കേടുപാട് വരുത്തുകയോ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് കുറവായത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ എക്യുപ്മെന്റ് നമ്മുടെ നിർഭാഗ്യവശാൽ അത് കേടായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് എക്യുപ്മെന്റിനും മറ്റും ഡാമേജസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ അവര് ജോലി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു കൊടുക്കുന്നതിനെയാണ് എന്ത് പറയാ, പ്രോഗ്രാമഡ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയും. ഓക്കെ, then അടുത്തത് ലാസ്റ്റ് വൺ ആണ് ടി ഗ്രൂപ്പ് ട്രെയിനിങ് കേട്ടോ. ടി ഗ്രൂപ്പ് ട്രെയിനിങ്, എ ട്രെയിനിങ് ഗ്രൂപ്പ് ഓർ ടി ഗ്രൂപ്പ് എന്ന് അവിടെ വേണ്ട കേട്ടോ, തെറ്റാണ്. ഒരു ടി ഗ്രൂപ്പ് മാത്രം മതി. ഓക്കെ, ടി ഗ്രൂപ്പ് ട്രെയിനിങ്, എ ട്രെയിനിങ് ഗ്രൂപ്പ് എന്ന് വേണം, ഓർ ഗ്രൂപ്പ് വേണ്ട. ഇസ് എ കൈൻഡ് ഓഫ് ലേണിംഗ് based on experience
participants work together in a small group of 8 to 14 people over an extended period. Learning comes through analysis of their own experiences, including feelings, reactions, perceptions, and behavior. അതായത് ടി ഗ്രൂപ്പ് ട്രെയിനിങ് എന്ന് പറഞ്ഞാല് ട്രെയിനിങ്ങിന് വന്നിരിക്കുന്ന ആളുകളില് 8 തുടങ്ങി 14 പേരെ വരെ ചെറിയ ഗ്രൂപ്പുകളാക്കി തിരിക്കും. ഈ ചെറിയ ഗ്രൂപ്പുകളാക്കി തിരിച്ചിട്ട് അവർക്ക് ആ ട്രെയിനിങ് പീരീഡില് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി, അവരുടെ എക്സ്പീരിയൻസ് എന്താണ്, അവരുടെ ഫീലിങ്സ് എന്താണ്, ജോലി ചെയ്യുമ്പോൾ അവരുടെ റിയാക്ഷൻ എന്താണ്, അവരുടെ ബിഹേവിയർ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നതിനെയാണ് എന്ത് പറയാ, ടി ഗ്രൂപ്പ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ഒരാളെ 8 അല്ലെങ്കിൽ 14 പേരെ എടുത്തിട്ട് ചെറിയ ചെറിയ ഗ്രൂപ്പുകളാക്കുന്നു. എന്നിട്ട് അവരോട് എന്ത് പറയുന്നു, ആ ട്രെയിനിങ് പീരീഡിൽ അവർക്ക് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ്, അവരുടെ ഫീലിങ്സ്, റിയാക്ഷൻ, പെർസെപ്ഷൻസ് ആൻഡ് ബിഹേവിയർ, ഇത്തരം കാര്യങ്ങള് പറയാനായിട്ട് പറയുന്നു, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് എംപ്ലോയീസ് അല്ലെങ്കിൽ ട്രെയിനീസിനോട് പറയും. ഓക്കെ, ക്ലിയർ ആണോ? പെർസെപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ധാരണ എന്നാണ് അർത്ഥം. ധാരണ, എക്സ്പീരിയൻസ്, ഫീലിങ്സ്, റിയാക്ഷൻ. പെർസെപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ധാരണ, ബിഹേവിയർ, പെരുമാറ്റം. ഓക്കെ, ജോലി കാലയളവിൽ അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി, അതിനകത്ത് ഫീലിങ്സ് പെടാം, റിയാക്ഷൻ പെടാം. ഒരു കൂട്ടമായിട്ടൊക്കെ നമ്മൾ ട്രെയിനിങ് ഒക്കെ കിട്ടുമ്പോൾ നമ്മള് എന്താ പറയാ, ഒരു വീട് പോലെ ആവും അല്ലെ, ഫാമിലി എൻവയൺമെന്റ് നമ്മൾ അവിടെ എന്താ പറയാ ക്രിയേറ്റ് ചെയ്യപ്പെടും. അങ്ങനെയാണ് ഒരു ട്രെയിനിങ്ങിനൊക്കെ പോയി കഴിഞ്ഞ് നമ്മൾ ആ ട്രെയിനിങ് തീരാറാവുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കുള്ളൂ. കാരണം നമ്മൾ ലൈക്ക് ഫാമിലിയെ പോലെയാണ് എല്ലാ മെമ്പേഴ്സിനെയും അവിടെ വരുന്ന എല്ലാ ട്രെയിനീസിനെയും കണ്ടത്, അവരുമായിട്ട് മിങ്കിൾ ചെയ്തു. ആ, മുൻകരുതലോ അല്ല, ധാരണ എന്നാണ് കേട്ടോ. പെർസെപ്ഷൻ ധാരണ, ധാരണ എന്നാണ് കേട്ടോ. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങൾ കിട്ടി, മൊത്തത്തിലുള്ള ധാരണ എന്താണ്, അങ്ങനെയൊക്കെയാണ് അവിടെ മീനിങ് വരിക. അപ്പൊ ഞാൻ മൈക്ക് ഓൺ ചെയ്യാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എളുപ്പമായിരുന്നോ നിങ്ങൾക്കിത്? കുഴപ്പമില്ല, വേഗം മനസ്സിലാക്കാൻ പറ്റി മിസ്സേ. വേഗം മനസ്സിലാക്കാൻ പറ്റി അല്ലേ? ഓക്കെ, നോട്ട് ചെയ്ത് പോയിട്ടുണ്ടോ പറഞ്ഞ കാര്യങ്ങളൊക്കെ? ലെക്ചേഴ്സ്, വെസ്റ്റിബിൾ ട്രെയിനിങ്, കോൺഫറൻസ് നോട്ട് ചെയ്ത് പോയിട്ടുണ്ടല്ലോ? കൺഫ്യൂഷൻ വരില്ലല്ലോ കേസ് സ്റ്റഡി ഒക്കെ ചോദിച്ചു കഴിഞ്ഞാല്? ഓക്കെ, ഓക്കെ. റോൾ പ്ലേയിങ്, പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സോടുകൂടി ഇത് ഫിനിഷ് ചെയ്യാം കേട്ടോ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഓക്കെ ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് വായിക്കുകയൊക്കെ ചെയ്യാണ്ട്. ഇനി അവധിയൊക്കെയാണ്, അപ്പോ മടി പിടിച്ചൊന്നിരിക്കാനൊന്നും പാടില്ല. കിട്ടുന്ന സമയത്തൊക്കെ വായിച്ചു നോക്കുക, അപ്പൊ നമ്മുടെ റിവിഷൻ പ്രോപ്പർ ആയിട്ട് കഴിയും. ഓക്കെ, അപ്പൊ താങ്ക് യു. ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. താങ്ക് യു മാം. എല്ലാവർക്കും അഡ്വാൻസ് ക്രിസ്മസ് കേട്ടോ. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ് മാം. നമ്മള് ക്രിസ്മസ് കഴിഞ്ഞിട്ടേ കാണുള്ളൂ. ഓക്കെ ഓക്കെ, താങ്ക് യു കേട്ടോ. എല്ലാവരും വായിച്ചൊക്കെ നോക്കുക. ഓക്കെ.